അല്ല സർ, ഒരു മര്യാദ ഇല്ലാതെ. ചോദ്യം ചെയ്തിട്ട് അവരെന്തെങ്കിലും പറഞ്ഞു? എത്ര ശ്രമിച്ചിട്ടും അവൻ അഖിലേഷിന്റെ പേര് പറഞ്ഞില്ല. പിന്നെ ഏതോ ഒരു ബാബുവിന്റെ പേരാ പറയുന്നത്. അത് വെറുതെ നമ്മളെ മിസ്ഗൈഡ് ചെയ്യാനാ. സർ, ഒരു 15 മിനിറ്റ് അവരെ എനിക്ക് വിട്ടുതരണം. അഖിലേഷിന്റെ പേര് ഞാൻ പറയിപ്പിക്കാം. ഹേയ്, അങ്ങനെ തല്ലിപ്പഴിപ്പിച്ച് പറയിക്കുന്നതിൽ കാര്യമില്ല. മാത്രമല്ല അത് CBIയുടെ രീതിയല്ല. ഡോക്ടർ ബാബു, ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ അണിമംഗലം ഡോക്ടർ കൃഷ്ണൻ നായരുടെ ഒരു പാർട്ട്ണർ ഉണ്ടല്ലോ, അയാളുടെ പേരെന്താ? ഡോക്ടർ ബാബു. ദൈവമേ, ഞാനതെങ്ങനെ മറന്നു? ഇത്രയും ഇമ്പോർട്ടന്റ് ഒരു ലിങ്ക് സായി എങ്ങനെ മറന്നു? സോറി സർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. കം. സായിക്ക് ഡോക്ടർ ബാബുവിനെ കുറിച്ച് എന്തൊക്കെ അറിയാം? നാഷണൽ ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥനാണ്. ഡോക്ടർ കൃഷ്ണൻ നായർ കുറെ കാലം അവിടെ ഡോക്ടറായിരുന്നു. എത്ര കാലം? വിട്ടിട്ട് 2-3 വർഷമായി കാണും. അത്രേ ഉള്ളൂ? യെസ് സർ. നമുക്ക് ആ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയാലോ? അവന്മാരുടെ വാക്ക് മാത്രം കേട്ടിട്ട് വേണോ സർ? അങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ട് കയറി അങ്ങ് ചെല്ലുവോ? കൊള്ളാം. വി ഹാവ് അവർ ഓൺ മെത്തേഡ്സ്. ഓക്കെ, കം ഓൺ. എന്താ ഇരിക്കും? വല്ലാത്ത മേലുവേദന, തലയ്ക്ക് എന്തോ ഒരു പെരുപ്പ്. ടെമ്പറേച്ചർ ഉണ്ടോ എന്നൊരു സംശയം. വൈറലാവും. ശ്വാസം ഒന്ന് വലിച്ചോട്ടെ. ഒന്നുകൂടി വലിച്ചോ. BP ഒന്ന് ചെക്ക് ചെയ്തേ. ഡോക്ടർ, നമ്മൾ അണിമംഗലത്തെ ഡോക്ടർ കൃഷ്ണൻ നായരും ഒക്കെ ചേർന്നൊരു മെഡിക്കൽ റിസോർട്ട് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മോഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നടക്കുന്നൊന്നും പറയാറായിട്ടില്ല. അല്ല, ഈ അണിമംഗലം ഡോക്ടർ കൃഷ്ണൻ നായരൊക്കെ എങ്ങനെ പരിചയം? ഞങ്ങൾക്കിപ്പോ അവിടെയല്ലേ ജോലി. ജോലിയോ? ജോലി. അണിമംഗലത്ത് ആ പഴയ കേസില്ലേ, ഒരു പെൺകുട്ടി മരിച്ച കേസ്, അത് ഞങ്ങളിപ്പോ അന്വേഷിച്ചോണ്ടിരിക്കും. നിങ്ങളാരാ? എന്റെ പേര് സേതുരാമയ്യർ, CBIയിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. ആ മരുന്നിനുള്ള കുറിപ്പ് കിട്ടിയെന്ന് എനിക്ക് പോകാമായിരുന്നു. ഡോക്ടർ, പേന അങ്ങനെയല്ല, ഇങ്ങനെ പിടിച്ചായിട്ട്. ഡോക്ടർ വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ, BP ഒന്ന് ചെക്ക് ചെയ്യട്ടെ. നിങ്ങൾ ആരാ? പറയാം. അതിനു മുമ്പ് ഒരു കാര്യം. 3-4 വർഷത്തിന് മുമ്പ് ഇതുപോലൊരു രാത്രിയിൽ ഞായറാഴ്ച ചില ഗുണ്ടകൾ ഇവിടെ വന്നിരുന്നു. അന്ന് അവർ തന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. താൻ കേട്ടില്ല? മകനാണല്ലേ? അതെ. പാപം, നല്ല പ്രായം. പന്നപ്പട്ടലെ ഒരക്ഷരം മിണ്ടില്ല എന്ന് പറഞ്ഞിട്ട് CBI ഒരു വശത്ത് നിങ്ങൾ വാ തുറക്കരുതെന്ന് പറയും, മറുവശത്ത് അവർ വാ തുറക്കണമെന്ന് നിർബന്ധിക്കുമ്പോ ഞാൻ എന്ത് ചെയ്യണം സാർ? CBIയുടെ ജോലി സംസാരത്തിൽ അവസാനിക്കും. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് ചെയ്തിരിക്കും. അതിനാണ് വന്നത്. അവസാനമായി ഒരവസരവും കൂടി തരാം. 4 വർഷം മുമ്പ് കണ്ടതല്ലേ അവരെ? തിരിച്ചറിയൽ പരേഡ് നടക്കുമ്പോ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ വെച്ച് തീർത്തും പറഞ്ഞേക്കണം അവരെല്ലാം ഈ വീട്ടിൽ വന്നതെന്ന്. പറയോ? പറയില്ല. കണ്ടിട്ട് ഞെട്ടലൊന്നും വേണ്ട, ഇത് ഞങ്ങളൊരു ടെക്നിക്കാ. സംശയം തോന്നുന്നവരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പോരും. കേട്ടയാളുടെ മനസ്സിൽ എന്തെങ്കിലും കള്ളമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിയാക്ട് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങളുടെ വെയിറ്റ് ചെയ്തത്. എനിവേ, അതൊന്നുമല്ല ഇമ്പോർട്ടന്റ്. ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ ഗുണ്ടകളെ അയച്ചോ നിങ്ങളാണെന്ന്. എന്തിനായിരുന്നു അത്? ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. ഹരിഹരനെ വിരട്ടാൻ വാസുവിനെ ഏർപ്പാടാക്കിയത് ഞാനാണ്. വാസുവിനെ നേരിട്ട് പരിചയമില്ലാത്തത് കൊണ്ട് ബാബുവിന്റെ സഹായം തേടി, അത്രേ ഉള്ളൂ. എന്തിനാ അയാളെ ഭീഷണിപ്പെടുത്തിയത്? നിങ്ങൾ. CBI തന്നെയാണ് അതിന് കാരണം. ആ വീടും പറമ്പും ഒക്കെ വിറ്റൊന്ന് സ്വസ്ഥമാകണം. അതിന് നിങ്ങളുടെ അന്വേഷണം ഒരു തടസ്സമാകും. അതുകൊണ്ട് ഗുണ്ടകളെ വിട്ടൊന്ന് വിരട്ടി, അത്ര തന്നെ. CBIക്ക് ബ്രോക്കർ പണിയൊന്നുമില്ല, കച്ചവടം മുടക്കാനും നടത്താനും. അതിലും കഷ്ടമാണ് ചില സമയത്ത്. അത്തേ പോലെ കടിച്ചു തൂങ്ങി കിടക്കും, ജന്മത്ത് പിടിവിടുകയില്ല. മിസ്റ്റർ കൃഷ്ണൻ നായർ, നിങ്ങളിവിടെ നിൽക്കുന്നത് അണിമംഗലത്തെ മാടമ്പിയായിട്ടോ ഡോക്ടറായിട്ടോ അല്ല. യു ആർ എ സസ്പെക്ട്. ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. കം ഓൺ, ടെൽ മീ, എന്തിനാണ് അവരെ ഭീഷണിപ്പെടുത്തിയത്? വീടും പറമ്പും ഒന്നും വിൽക്കാതെ മറ്റു മാർഗമില്ലെന്ന് കാപ്ര പറഞ്ഞപ്പോൾ CBI അതിനൊരു തടസ്സമാകരുതെന്ന് കരുതി.
ഗുണ്ടകൾ ഹരിഹരനെ വിരട്ടുന്നത് 4 വർഷം മുമ്പാണ്. പിന്നീട് 2 വർഷം കഴിഞ്ഞാണ് കാപ്പർ വരുന്നതും വീട് വിൽക്കാൻ പറയുന്നത്, അല്ലേ? 4 വർഷം മുമ്പ് ദിവ്യദൃഷ്ടിയിൽ തോന്നിയോ കാപ്പറ വരുമെന്നും വീട് വിൽക്കാൻ പറയുമെന്നും ഒക്കെ? ഓക്കെ, ഡോക്ടർ പറയുന്നതൊക്കെ സമ്മതിച്ചു. CBI കച്ചവട മുടക്കികൾ പ്രശ്നക്കാർ, അതുകൊണ്ട് ഗുണ്ടകളെ വിട്ടു. അത് അന്ന്. ഇന്ന് ഈ കേസ് അന്വേഷണം തുടങ്ങിയിട്ട് ഇത്രയും കാലമായി. ഇപ്പൊ ഏത് CBI വരട്ടാനായി ഡോക്ടർ സാർ നേരിട്ട് ഇന്ന് ഐഡന്റിഫൈ ചെയ്യണ്ടെന്ന് പറഞ്ഞത്? പറയൂ ഡോക്ടറെ, ഉത്തരം കിട്ടില്ല. സത്യം, ഈ പ്രപഞ്ചത്തിലെ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ഞങ്ങൾ ആണയിടാം. ആ പെൺകുട്ടിയുടെ മരണവുമായി ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. പിന്നെ ഏത് മരണവുമായിട്ടാണ് ബന്ധം? മിസ്റ്റർ കൃഷ്ണൻ നായർ, മൈഥിലി എന്ന പെൺകുട്ടിയുടെ മരണവുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ട്. ഈ കേസിന്റെ അന്വേഷണം തുടങ്ങിയ അന്ന്, ഫ്രം ദ ഡേ 1, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇതൊന്നിൽ അവസാനിക്കില്ലെന്ന്. മൈഥിലിയുടെ മരണത്തിന് ശേഷം പോലീസ് എടുത്ത മൊഴിയിൽ എന്നാരോ പറഞ്ഞു ശങ്കരേട്ടന്റെ ഭാര്യ ഉഷ മരിച്ചതും ഇതുപോലെ എന്തോ കണ്ട് ഭയന്നിട്ടാണ്. ഒരു വീട്ടിൽ ഒരേപോലെ 2 മരണങ്ങൾ. അന്വേഷണത്തിൽ മൈഥിലിയുടെ മരണം സ്വാഭാവിക മരണമല്ല എന്ന് തെളിഞ്ഞാൽ തീർച്ചയായിട്ടും ഉഷയുടെ മരണത്തെക്കുറിച്ചും സംശയമുണ്ടാവും, അന്വേഷണമുണ്ടാവും. അന്വേഷണമുണ്ടായാൽ അതിന്റെ പിന്നിൽ ആരായിരുന്നുവോ അവർ കുടുങ്ങും. അതുകൊണ്ടാണ് മൈഥിലിയുടെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം തടസ്സപ്പെടുത്താൻ നിങ്ങൾ ശ്രമിച്ചത്. ഇപ്പൊ ബന്ധം മനസ്സിലായോ? ഇനി പറയും, ഉഷ എങ്ങനെയാ മരിച്ചത്? ഹാർട്ട് അറ്റാക്ക്. എന്തോ കണ്ട് ഭയന്ന് വീണ ഉഷയെ ഹോസ്പിറ്റലിൽ എത്തിച്ച പിന്നെ അറ്റാക്ക് ഉണ്ടായത്. മരിച്ച നാഷണൽ ഹോസ്പിറ്റൽ വെച്ചല്ലേ? അതെ. നമ്മളല്ലേ എന്റെ ഓണർ? അതെ. ആ സമയം താങ്കളും അവിടെ ജോലി ചെയ്തിരുന്നു, അല്ലേ? നിങ്ങൾ 2 പേരും കൂടെ അല്ലേ അവരെ ചികിത്സിച്ചത്? അല്ല, അതെ. പിന്നെ എന്തുകൊണ്ടാണ് അവരെ ചികിത്സിച്ചതിന്റെ റെക്കോർഡ്സോ കേസ് ഷീറ്റോ ഒന്നും ആ ഹോസ്പിറ്റലിൽ ഇല്ലാതെ പോയത്? എന്ത് സംഭവിച്ചു ആ റെക്കോർഡ്സിന്? ആര് മുക്കി? അവർ ഏത് രീതിയിൽ മരിച്ചാലും ശരി, there is a mystery behind it and you know that. Tell me, അവരെങ്ങനെയാ മരിച്ചത്? ഒരു കയ്യബദ്ധം, മെഡിക്കൽ നെഗ്ലിജൻസ് സംഭവിച്ചു പോയി സാർ. എന്ത് കയ്യബദ്ധം? പെട്ടെന്ന് അവർക്കൊരു ചെസ്റ്റ് പെയിൻ ഡെവലപ്പ് ചെയ്തു. അത് നോർമലാക്കാനുള്ള ശ്രമത്തിനിടയിൽ കൊടുത്ത ഇഞ്ചക്ഷൻ നേരിട്ട് ഹാർട്ടിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന അഡ്രിനാലിൻ എന്ന ഇഞ്ചക്ഷൻ. ഇറ്റ് വാസ് എ റോങ് ഡിസിഷൻ. പിന്നീട് അത് മനസ്സിലായത്. താങ്കൾ പറഞ്ഞതുപോലെ പെൺകുട്ടിയുടെ മരണം തെളിഞ്ഞാൽ ഉഷയുടെ മരണവും അന്വേഷിക്കപ്പെടും. അത് ഭയന്ന് തന്നെയാണ് ഗുണ്ടകളെ അയച്ചതും റെക്കോർഡുകൾ നശിപ്പിച്ചതും. ആ വീട്ടിൽ മറ്റൊരാൾക്കും അറിയില്ല പൂജാമുറിയിലുള്ളത് ഉഷയുടെ ആത്മാവാണെന്ന്. ആ വീടും സ്ഥലവും വാങ്ങാൻ ശ്രമിച്ചത് തന്നെ സ്ഥലം സ്വതന്ത്രമായി കൈ കിട്ടിക്കഴിഞ്ഞാൽ തക്ക പരിഹാരം ചെയ്ത് ആ ആത്മാവിന് മോക്ഷം കൊടുക്കാലോ എന്ന് കരുതി. ഡോക്ടർ ബാബു പറഞ്ഞതാ ശരി. അതെ. അല്ലാതെ യാതൊരു ലാഭേച്ഛയില്ല. CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മൈഥിലി കേസിന്റെ അന്വേഷണം പൂർത്തിയാകുമ്പോ പറയാം ലാഭമോ നഷ്ടമോ എന്ന്. ഭയന്നുള്ള 2 മരണങ്ങൾ ഇതിനോടകം അണിമംഗലത്ത് നടന്നു കഴിഞ്ഞു. അതെ സാർ. ഉഷ ആശുപത്രി വെച്ച്, മൈഥിലി വീട്ടിൽ വെച്ചും. പിന്നെ നമ്മളെ ഭയപ്പെടുത്താനുള്ള ശ്രമം വേറെയും. അല്ല ചാക്കോ, വേലു ഇപ്പൊ പഴുത്ത് കാണോ? പിന്നെ മണം എനിക്ക് ഇവിടെ അടിക്കുന്നുണ്ട് സാർ. വേലുവിനെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് അവന്റെ വീടൊന്ന് പരിശോധിക്കണം. പ്രിഫറബിളി അണിമംഗലത്ത് ആരും ഇല്ലാത്തപ്പോ. വേലുവിനെ CBI സംശയിക്കുന്നു എന്ന് തൽക്കാലം പുറത്താരും അറിയണ്ടല്ലേ സാർ? യെസ്. എല്ലാ മാസവും 3-4 ദിവസവും അടുപ്പിച്ച് കുടുംബക്കാരെല്ലാം കൂടെ ക്ഷേത്ര ദർശനത്തിന് പോവാറുണ്ട് സാർ. എങ്കിൽ അതാണ് പറ്റിയ സമയം.
ഇതേതോ തിരുവാഭരണമാണല്ലോ. ഇവിടെ ഈ പൂജാമുറിയിൽ നിന്ന് സാധനങ്ങളൊക്കെ ഏത് ക്ഷേത്രത്തിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ഇവിടെ അടുത്ത് തന്നെ അണിമംഗലം ക്ഷേത്രത്തിൽ. കാണാനൊക്കെ ഒരുപോലെ ഉണ്ട്. പക്ഷെ ഇത് സ്വർണ്ണാണോ അത് സ്വർണ്ണാണോ, ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാ ഒറിജിനൽ എന്നൊക്കെ അറിയണമെങ്കിൽ ഏതെങ്കിലും സ്വർണ്ണക്കടക്കാരെ തന്നെ കാണിക്കണം. ഈ മാലയും കൊണ്ട് തിരുമേനി ഒന്ന് എന്റെ കൂടെ വരേണ്ടി വരും. വരാൻ വിരോധമില്ല, പക്ഷെ മാനേജർ അനുവദിക്കണം. ഒരു റിക്വസ്റ്റ് തന്നാ കൊടുത്തേക്കാം സാർ. രക്ഷസിന് നിവേദിച്ച പായസം ഉണ്ട്, ലേശം എടുക്കട്ടെ. വേണ്ട, ഷുഗർ ഉണ്ടാവും. എനിക്കില്ല. തിരുമേനിക്കോ? അതേ ഉള്ളൂ. ലേഡീസ് ഉണ്ടോ? ഉണ്ടല്ലോ. ചാക്കോ സർ. ഒന്ന് സഹായിക്കുന്നേ. ആർക്കാ സർ? വൈഫിനല്ലാതെ ആർക്കാ? ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ്. വിക്രം എന്തെങ്കിലും വാങ്ങിക്കുന്നോ? വാങ്ങണമെന്നുണ്ടായിരുന്നു. എന്നാ വൈഫിന്റെ ബർത്ത്ഡേ? സെപ്റ്റംബർ ഒക്ടോബർ ഓർമ്മയില്ല, ഫോൺ ചെയ്ത് ചോദിക്കാം. ഇതൊന്ന് ബില്ല് ചെയ്തേ. പ്ലീസ് കം സർ. തിരുമേനി, ആ തിരുവാഭരണം ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതുവരുടെ അമ്പലത്തിലെ തിരുവാഭരണ. ഇതിന്റെ മാറ്റം ഒന്ന് നോക്കണം. ഇതിന്റെ മാറ്റമൊന്നും നോക്കാനില്ല. ഇത് ഒറിജിനൽ 916 ക്വാളിറ്റി തന്നെയാണ്. എന്നാലും നമുക്ക് സംശയം തീർക്കാം. കൃഷ്ണൻ, ഇതൊന്ന് നോക്കി കൊടുക്കൂ. സർ, ഇത് തനി സ്വർണം തന്നെ. ഞാൻ പറഞ്ഞില്ലേ ഇത് പ്യുവർ 916 തന്നെയാണെന്ന്. ഇനിതാ ഇതൊന്ന് നോക്കിയ സ്വാമി. ഹൈ, ഇത് ഡ്യൂപ്ലിക്കേറ്റ്, വെറും പിച്ചള. പക്ഷെ കാണാൻ ഒരേ മാതിരിയുണ്ട്. അത് ആ പണിക്കാരന്റെ കഴിവ് തന്നെയാണ്. കപ്പിൻ ചുണ്ടിനോടൊക്കെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വേലുവിന് ഒറിജിനൽ കിട്ടാതെ പോയത്. ആരായി ഡ്യൂപ്ലിക്കേറ്റ് വേലൂന് കൊടുത്തത്? സർ, ഇത് ടെമ്പിൾ ജ്വല്ലറി പെട്ടതല്ലേ? ഒറിജിനൽ ആരാ പണിതെന്ന് പറയാൻ പറ്റുമോ? പറയാം. ഇതിൽ SAR എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് മലയാളത്തിലുള്ള കൊല്ലവർഷം. കൃഷ്ണ, അതൊന്ന് നോക്കൂ. കൊല്ലവർഷം 1104 ആണ്ട്. 76 വർഷം പഴക്കമുണ്ട്. കുഴിക്കാവില് ഒരു SAR ജ്വല്ലറി ഉണ്ട്. വളരെ പഴക്കമുള്ള കടയാണ്. ഒരു പത്മനാഭൻ ആചാര്യ അതിന്റെ ഉടമസ്ഥൻ. ഉദ്ദേശം ഇതിന് എന്ത് വില മതിക്കും? തൂക്കത്തെക്കാൾ ഇതിന്റെ പഴമയ്ക്കാ വില, കൂടാതെ ഈ രത്നങ്ങളുടെ വില. കറക്റ്റ് ബയ്യറാണെങ്കിൽ 60-70 ലക്ഷം വരെ കിട്ടാം.